മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവാദ്യ കലാപീഠത്തിൽ ചെണ്ട അഭ്യസനം പൂർത്തിയാക്കിയ 19 കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു. അരങ്ങേറ്റം നാടിന്റെ ഉത്സവമായി മാറി. മാവേലിക്കര താഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവാദ്യ കലാപീഠത്തിൽ ചെണ്ട അഭ്യസനം പൂർത്തിയാക്കിയ 19 കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു. ക്ഷേത്രത്തിലെ പാരായണ മണ്ഡപത്തിൽ നടന്ന അരങ്ങേറ്റം നാടിന്റെ ഉത്സവമായി മാറി. സൂര്യജിത്ത്, RLV അഖിൽദാസ് എന്നിവരുടെ സോപാന സംഗീതത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം സ്ലോവർ ആൻഡ് സ്റ്റഡി ബീറ്റ്സ് ദ റൈസ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഇത് വലിയൊരു കലാക്ഷേത്രമായി മാറാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണ്ണാണ് ഇവിടെ നിന്ന് പറയേണ്ടിയിരിക്കുന്നത്. എനിക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് ഈ ഇവിടെ വനിത നമ്മൾ മുമ്പോട്ട് കയറ്റിയിരുത്തി അത് മുമ്പിലാണ് ചെയ്യുന്നത്. കുറേ നിങ്ങൾ കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ പ്രസിഡന്റ് പറയുന്നത് വെച്ചാൽ അതുകൊണ്ട് അവർ വലിയ മുഷ്ക് കാണിക്കാൻ നല്ല ഇങ്ങനെയുള്ളതല്ലേ കാര്യം. പക്ഷെ ബാലവേദി വേണം, ബാലവേദി കുട്ടികളെ പഠിപ്പിച്ചു വേണം. അതുപോലെ തന്നെ യുവാക്കളും വേണം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യുവാക്കളുടെ വേദി വേണം. അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ അതൊക്കെ നടക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു നാടിന്റെ സംസ്കാരം തന്നെ മാറാൻ സാധിക്കും. ഏറ്റവും പ്രധാനം ഇവിടെ ഞാൻ എപ്പോഴും എല്ലാ മീറ്റിങ്ങിലും പറയാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദുക്കളായിട്ട് തന്നെ നിൽക്കണം, അല്ലാണ്ട് പ്രത്യേക ജാതിയായിട്ടൊന്നുമില്ല. എല്ലാവരും അല്ലേ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ നിങ്ങൾ ഇരുന്നോട്ടെ. പക്ഷേ നായരും നമ്പൂതിരിയും പറയുന്നു കൊലയിലും കീഴവനും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഹൈന്ദവ സംസ്കാരത്തെ നമ്മൾ പ്രോത്സാഹിക്കണം. പിന്നെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവർ അതനുസരിച്ച് തന്നെ ജീവിക്കണമല്ലോ. എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല, അതിന് ചിലവൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊരു 20 കുട്ടികൾ അതിന് തയ്യാറായി വരികയും ബാക്കിയുള്ളവർ പിന്നീട് അടുത്ത പ്രാവശ്യത്തേക്കാകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിൽ പിന്നെ 19 ഒരു കുഞ്ഞ് തീരെ ചെറുപ്പമായിരുന്നു. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളതിന് അടുത്ത പ്രാവശ്യത്തേക്ക് മാറി 19 പേരാണ് ഇന്നിവിടെ ചെണ്ട അഭ്യസിപ്പിച്ച് അരങ്ങേറുന്നത്. ശ്രീ ശാസ്ത്രജ്ഞൻ വളരെ ചിട്ടയോടുകൂടി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഈ കുട്ടികളെ ഒരു വർഷക്കാലം കൊണ്ട് ചെണ്ട അഭ്യസിപ്പിച്ച് ആരും പ്രതീക്ഷിച്ചില്ല ഒരു വർഷക്കാലം കൊണ്ട് ഇങ്ങനെ ചെണ്ട അഭ്യസിപ്പിച്ച് അരങ്ങേറ്റം നടത്താൻ സാധ്യമാകുന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാസമിതിയുടെ പേരിൽ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഹൈന്ദവ സേവാ സമിതി പ്രസിഡന്റ് D. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PM സുഭാഷ് സ്വാഗതം രേഖപ്പെടുത്തി. സെക്രട്ടറി R. മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ്, വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ, ട്രഷറർ TR. രാജേന്ദ്രൻ, പൗർണമി സംഘം പ്രസിഡന്റ് ശാരദ മുരളീധരൻ, കലാപീഠം പ്രതിനിധി JP. അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ഗുരുനാഥൻ RLV ശ്യാം ശശിധരനെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവന്ദനത്തിൽ സോപാനം ശ്രീജു ശശിധരൻ, RLV സുജിത്ത്, RLV വിജിൻ, ഓടക്കാലി ബിജു എന്നിവരെ ആദരിച്ചു. ഗുരു RLV ശ്യാം ശശിധരൻ മറുപടി പറഞ്ഞു. പ്രവർത്തക സമിതി അംഗം KG മഹാദേവൻ നന്ദി രേഖപ്പെടുത്തി. ജോയിന്റ് സെക്രട്ടറി CS പ്രശാന്ത്, പ്രവർത്തക സമിതി അംഗം സുരേഷ് നെടുമ്പുറത്ത്, കമ്മിറ്റി അംഗങ്ങളായ K. പ്രവീൺകുമാർ, S. അരുൺകുമാർ, TC രാജു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര.